സാധാരണക്കാരായ ആളുകളുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് പ്രഖ്യാപനങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരം സാധാരണക്കാരായ ആളുകളെ സാധാരണക്കാരായ ആളുകളെ കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ അത് ആ തരത്തിലേക്ക് ആ ബജറ്റിനെ എന്താണ് അതിലൂടെ താങ്കൾ ലക്ഷ്യം വയ്ക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റാണോ, വോട്ട് ബജറ്റാണോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നതിന് ഒരു കാരണം അതാകാം. എല്ലാ ബജറ്റും ജനക്ഷേമകരമായ ജനങ്ങളെ ആകെ പരമാവധി അവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്നവർ പറയുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിനകത്ത് പരമാവധി ഞങ്ങൾക്ക് പിന്തുണ കിട്ടണമെന്നുള്ളത് ഏത് മുന്നണിയുടെ ആഗ്രഹമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബജറ്റല്ല ഇത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പറയുന്നൊരു ബഡ്ജറ്റല്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം അറിയാം, ഞാൻ 6ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ ബജറ്റിലും ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചും സാധാരണക്കാരുടെ ജീവിതം സംബന്ധിച്ചും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പുതിയ കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് വഴി നീളെ അപകടത്തിൽപ്പെട്ട് വീഴുന്ന ആളുകളെ 48,000-ഓളം ആക്സിഡൻ്റ് ഉണ്ട്. ആക്സിഡൻറ്റിനകത്ത് പറ്റി ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അൺഐഡൻറ്റിഫൈഡ് ആയിരിക്കും, ഹിറ്റ് ആൻഡ് റൺ ആയിരിക്കും. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഗവൺമെൻറ് ആദ്യത്തെ 5 ദിവസം അക്കാര്യത്തിൽ ഇടപെടും എന്ന് പറയുന്നത് ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു ബഡ്ജറ്റിൻ്റെ ഭാഗമാണോ? അതൊരു കടമയല്ലേ? അത്തരം കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മളിതിനകത്ത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഓരോ മേഖലയെ സംബന്ധിച്ചുകൊണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല. അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഇത് വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റാണ്, ഇത് നടക്കാൻ പോകുന്നില്ലെന്നാണ് പ്രതിപക്ഷം പറഞ്ഞു. നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയത് ഇടതുപക്ഷം തന്നെയാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വന്നത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലായാലും സാധാരണക്കാരുടെ ജോലിയുള്ളവരുടെ കാര്യത്തിലായാലും അസംഘടിത മേഖലയുടെ കാര്യത്തിലായാലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും എല്ലാം ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് RRTS ആണ്. അതിനൊരു പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അതിലെങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് സർക്കാർ കരുതുന്നത് മിനിസ്റ്റർ? RRTS നമ്മുടെ മെട്രോ റെയിൽവേ പോലുള്ളൊരു പദ്ധതിയല്ല, അല്ലെങ്കിൽ മറ്റേ സ്പീഡ് റെയിൽവേ പോലുള്ള പദ്ധതിയല്ല. റെയിൽവേയുടെ കീഴിലല്ല ഇത്. വികസനത്തിൻ്റെ നഗരാസൂത്രണ വികസനം ആ മിനിസ്റ്ററുടെ കീഴിലാണ്. അതിൻ്റെ പ്രത്യേകത ഇതിന് റെയിൽവേയുടെ അനുവാദവും ടെക്നിക്കൽ കാര്യങ്ങൾ വേണ്ടെന്ന് മാത്രമല്ല, ഇത് മെട്രോയും പിന്നെ ഈ RRTSും ഒരുമിച്ച് ചേർന്ന് സംയുക്തമായിട്ട് വർക്ക് ചെയ്യും. മെട്രോയിൽ കൂടി വരുന്ന ആ പാളം തന്നെ RRTSന് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് മെട്രോ ഉണ്ടെങ്കിൽ ആ മെട്രോയിൽ ഓടി കഴക്കൂട്ടം വരെ പോയി അവിടുന്ന് വേറെ RRTS പാളം, സെയിം പാളം തന്നെയാണ്, പോയി എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പിന്നെ മെട്രോയിൽ കയറി ആ ലൈൻ തന്നെ ഉപയോഗിച്ച് കോഴിക്കോടേക്ക് പോകുമ്പം വീണ്ടും അവിടുത്തെ മെട്രോ ഉപയോഗിക്കുക. ഇങ്ങനെ മെട്രോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മീററ്റും ഡൽഹിയും തമ്മിലുള്ള ബന്ധമുള്ള ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കും വേണം. എക്കണോമിക്കലി അത് ഫീസിബിൾ ആയിരിക്കും എന്നുള്ളത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞപ്പോൾ തത്വത്തിൽ ഈ കാര്യം അവർ അംഗീകരിച്ചു. അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ നീക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുമായി ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. 4 ഫേസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. 1ാമത്തെ ഫേസ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ, 2ാമത്തെ കോഴിക്കോട് വരെ, 3ാമത്തത് കണ്ണൂർ വരെ, 4ാമത്തത് കാസർഗോഡ് വരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പദ്ധതിയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർക്ക് നല്ലതുപോലെ യാത്ര ചെയ്യാൻ കഴിയണം, വേഗത്തിലെത്തണം. അതിന് പറ്റുന്ന ഏതെങ്കിലും പ്രൊജക്റ്റ് വേണം എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് സ്പിരിറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.